ഈ വർഷത്തെ പരീക്ഷാ കാലഘട്ടം മൊത്തത്തിൽ ഒരു ക്രമക്കേടോ ഒരു അവിഞ്ഞ പരീക്ഷാ കാലഘട്ടമായിരുന്നല്ലേ? കുഞ്ഞുങ്ങളെ വല്ലാതെ ഉലച്ച അല്ലെങ്കിൽ വല്ലാതെ അതുങ്ങൾ ടെൻഷൻ അടിപ്പിച്ചൊരു കാലഘട്ടം. ആദ്യം ചോദ്യപേപ്പറിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ടാണെങ്കിൽ ഇപ്പോൾ ചോദ്യപേപ്പർ പിടിച്ചു വെച്ച് പരീക്ഷാ പേപ്പർ പിടിച്ചു വെച്ച് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാനുള്ള മാനസിക അവസ്ഥയുള്ള അധ്യാപകരൊക്കെയാണ് ഇൻവിജിലേറ്ററായിട്ട് നിൽക്കുന്നതെന്നുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പൗർണമി കേട്ടായിരുന്നു? അത് കേട്ടിരുന്നു. മലപ്പുറത്താണ് സംഭവം ഉണ്ടായത്. അതായത് ഈ കഴിഞ്ഞ 21-ാം തീയതി മാർച്ച് 21-ന് +2 പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ എക്കണോമിക്സ് പരീക്ഷയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പരീക്ഷകൾ അല്ലെങ്കിൽ പരീക്ഷാ സെൻറ്ററുകളിൽ ഇരിക്കുമ്പോൾ അറിയാം, നമുക്ക് പുറത്തുനിന്നുള്ള അധ്യാപകരാണ് വരുന്നത്. അതായത് സ്കൂളിലെ അധ്യാപകരായിരിക്കത്തില്ല. അത് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നൊരു സമ്പ്രദായമാണ്. അത് തീർച്ചയായും ഓരോ സ്കൂളിൻ്റെ ഒരു വിജയ ശതമാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലെ ഘടകങ്ങളായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ സ്കൂളിലെ അധ്യാപകർ മറ്റ് സ്കൂളിലെ അധ്യാപകർ ഇങ്ങോട്ടും വന്നു. അവിടെ ശരിക്കും അധ്യാപകർ നോർമലി ചെയ്യുന്ന കാര്യങ്ങളാണ് പിള്ളേരെ കോപ്പിയടിയിൽ നിന്ന് തടയുക. കാരണം അവരവരുടെ കാലിബറിനനുസരിച്ചാണ് എക്സാം നമ്മൾ കൊടുക്കേണ്ടത്. അവർ പഠിച്ചു വന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു കഴിഞ്ഞ കുറേയധികം കാലങ്ങളായിട്ട് അല്ലെങ്കിൽ തുടക്കം തൊട്ടേ കണ്ടുവരുന്നൊരു പ്രവണത. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അടുത്തിരിക്കുന്ന കുട്ടി ഒരു ബെഞ്ചിൽ അല്ലെങ്കിൽ ഒരു ഡെസ്കിലും ബെഞ്ചിലുമായിട്ട് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമായിട്ട് രണ്ടുപേരായിരിക്കും ഒരു എക്സാമിന് ഒരു ഡെസ്കിൽ ഇരിക്കുക. അപ്പോൾ പുറകിൽ നിന്നോ ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന ആളോ ഒക്കെ ചോദിക്കുന്നത് ഇതിനിടയിൽ, അതായത് ഈ പറയുന്ന ഇൻവിജിലേറ്ററിൻ്റെ അല്ലെങ്കിൽ നിൽക്കുന്ന ടീച്ചറിൻ്റെ അധ്യാപകൻ്റെ കണ്ണു വെട്ടിച്ച് ചോദിക്കുന്നതൊക്കെ വളരെ നോർമലാണ്. അത് വലിയ അപരാധമൊന്നുമല്ല. സ്വാഭാവികമായിട്ടും കുട്ടികളാണ്, അവരതങ്ങനെ ചെയ്യും. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇതുപോലെ തന്നെ ഈ കുട്ടിയോട്, അതായത് ഈ പഠിച്ചു വന്ന വിദ്യാർത്ഥിയോട് ഒരു കുട്ടി ഒരു സംശയം ചോദിച്ചു. അത് വീണ്ടും വീണ്ടും ചോദിച്ചു. ആ കുട്ടിക്ക് അത് എങ്ങനെയും എഴുതണമെന്നുള്ള ആഗ്രഹം കാണും. ഒരു പക്ഷേ പഠിച്ചു വന്നത് മറന്നു പോയിട്ട് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ഇന്നതാണോ എന്ന് കൺഫേം ചെയ്യാനായിരിക്കും. പക്ഷേ എന്ത് തന്നെ ആയാലും അത് തെറ്റാണെന്ന് പറയുമ്പോഴും അത് നമ്മുടെ നാട്ടിൽ വെച്ച് നടക്കുന്ന ബാക്കിയുള്ള സംഭവങ്ങളെ വെച്ച് നോക്കുമ്പോൾ അതൊരു തെറ്റായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. വളരെ നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചു എന്ന് മാത്രം. ചോദിച്ചു. ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഈ കുട്ടി ആൻസർ പറഞ്ഞു കൊടുത്തിട്ടുമില്ല. താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പർ പകർത്തി എഴുതാൻ വേണ്ടി കൊടുത്തിട്ടോ ഒന്നുമില്ല. പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരും എന്തോ സംസാരിക്കുന്ന കണ്ടോ എന്ന ധാരണയിൽ ഈ പറയുന്ന ഇൻവിജിലേറ്റർ വന്നിട്ട് ആ കുട്ടിയുടെ പേപ്പർ പിടിച്ചു വെക്കും. അതും 1/2 മണിക്കൂറോളം. 4 മണിക്ക് പേപ്പർ വാങ്ങി വെച്ചിട്ട് 4:30 വരെ പേപ്പർ കൊടുക്കാതിരിക്കുക. പിന്നെ പോയിട്ട് 15 മിനിറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ 1/2 മണിക്കൂർ നമുക്കറിയാം, ചില കുട്ടികൾ ശരിക്കും എപ്പോഴും എഴുതുന്ന ഏറ്റവും ബാക്കിൽ നിന്നായിരിക്കും. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ട് 1 വേർഡ് ഒക്കെ ലാസ്റ്റത്തേക്ക് വെക്കും. അതൊരു ടൈം മാനേജ്മെന്റ്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ ആ ഒരു രീതി തന്നെയാണെന്ന് തോന്നുന്നു ഈ കുട്ടിയും ഫോളോ ചെയ്തത്. അത് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമുക്കും അറിയാതെ നമ്മുടെയും കണ്ണുകൾ നനയാണ്. കാരണം അത്രയും പഠിച്ച് എഫേർട്ട് എടുത്ത് രാത്രി കാലങ്ങളിൽ ഉറക്കം വളച്ച് പഠിച്ചിരുന്ന് പോയിട്ട് ആ കുട്ടിക്ക് എക്സാം ടഫായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വിവാദങ്ങളും അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ മാറ്റിയതും ഒക്കെ വലിയ രീതിയിൽ വാർത്തയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടാണ് ആ കുട്ടി പഠിച്ചതും എക്സാം എഴുതാൻ പോയത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് സന്തോഷമായി. കാരണം എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്നിട്ട് പോലും അതിനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിലുള്ളൊരു വിഷമം. അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നും അതിന് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല, സമയം കിട്ടിയില്ല. 4:30 കൊടുത്താൽ 15 മിനിറ്റ് കൊണ്ട് എന്ത് എഴുതാൻ പറ്റും? ആ 15 മിനിറ്റിൽ പറ്റുന്നത്രയും ചെയ്തിട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ആ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളൊരു വാക്കിൽ തന്നെയുണ്ട് ആ കുട്ടി അതിനുവേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ നടപടി വന്നു അല്ലെങ്കിൽ ഇൻവിജിലേറ്ററെ മാറ്റി പരീക്ഷാ നടപടികളിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നമ്മുടെ നാട്ടിൽ കൊല ചെയ്യുന്നവർക്കും കൊലപാതകം ചെയ്യുന്നവർക്കും വിത്ത് പ്രൊട്ടക്ഷൻ ശാരീരിക പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കും ഇതിനെയൊക്കെ ഒരു തെറ്റെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ തെറ്റ് ശരിയും ശരികളെല്ലാം തെറ്റുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഗവൺമെന്റിന്റെ നിരുത്തരവാദിത്തപരമായ നടപടികളും തന്നെ ഇതിനെ പറയുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് നോക്കൂത്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. വേറൊന്നുമല്ല, ഇപ്പോൾ പൗർണമി പറഞ്ഞത് ലാസ്റ്റ് സൂചിപ്പിച്ചൊരു കാര്യം വളരെ കറക്റ്റായിട്ടൊരു കാര്യമാണ്. കൊലപാതകം ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ പറയുന്നത് പോലെ വിത്ത് പ്രൊട്ടക്ഷനോട് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന നിയമപാലകർ. എത്ര മനോഹരമായ ആചാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കുന്നത്. വേറൊന്നുമല്ല, ഇപ്പോൾ ഈ വിഷയത്തിൽ ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. മുഖം മറച്ചാണെങ്കിൽ അത് കരയുവാണ് ആ കുഞ്ഞ്. അവൾ പറയുന്നത് വളരെ ജെനുവിനാണെന്ന് കേൾക്കുന്ന ഏതൊരാൾക്കും അറിയാൻ സാധിക്കും. കാരണം നമ്മുടെ നാട്ടിൽ ആരാണ് കോപ്പി അടിക്കാതിരുന്നുള്ള കുഞ്ഞുങ്ങളെ ഏത് കാലത്തിലാണ് കോപ്പി അടിക്കാതിരുന്നിട്ടുള്ളത്? കോപ്പി അടിക്കുന്നുണ്ട്. പിന്നെ കുറേ കാലമായിട്ട് ബാനിങ് എന്ന് പറയുന്ന സംവിധാനം വന്ന് നമ്മളെ അങ്ങ് പേടിപ്പിച്ചു. പബ്ലിക് എക്സാമിന് മാത്രം, അതായത് 10ാം ക്ലാസ്, +2, ഡിഗ്രി ഫൈനൽ എക്സാംസിനൊക്കെ, അതുപോലെ മറ്റ് പബ്ലിക് എക്സാംസിനൊക്കെ ഈ പറയുന്ന കോപ്പിയടി വിഷയങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് നടക്കുകയും അത് പിടിക്കപ്പെടുന്ന ഒരു 1 ഇയറിലേക്ക് ബാൻ ചെയ്യുന്ന പരിപാടിയൊക്കെ നടന്നു. നല്ല കാര്യം തന്നെ, നടന്നോട്ടെ. അത് പക്ഷേ എല്ലാ കാര്യത്തിലും കാണിക്കണം. ഇപ്പോൾ ഒരാൾ ബാൻ ചെയ്യപ്പെടുമ്പോൾ അയാളുടെ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഒരു കുട്ടിയോട് അത് ചെയ്യുമ്പോഴത്തേക്ക് അവൻ്റെ ഒരു വർഷം, അതോടൊപ്പം തന്നെ അവൻ്റെ ഫ്യൂച്ചർ, അവൻ്റെ മൈൻഡ്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അപ്പോൾ ഇൻവിജിലേറ്ററിന് കുറേ കാര്യങ്ങൾ അവിടെ ചിന്തിക്കാം.
അവൻ കോപ്പി അടിക്കാനുണ്ടായ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ കോപ്പി മനഃപൂർവ്വം എഴുതിക്കൊണ്ട് വന്നതാണോ, പ്രിപ്പയർഡ് ആയിട്ട് എല്ലാ പരീക്ഷകളിലും കോപ്പി അടിക്കുകയാണോ? വേണ്ട, ആ പരീക്ഷയിൽ തന്നെ ഇപ്പോൾ പല ഇൻവിജിലേറ്റർമാരാണല്ലോ മാറി നിൽക്കുന്നത്. ഈ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ സ്കൂളിൽ അധ്യാപകനായിരുന്നില്ല, പുറത്തു നിന്നൊരു അധ്യാപകനാണ്. വളരെ നല്ല കാര്യം തന്നെ. സ്കൂളിൽ അധ്യാപകരാകുമ്പോൾ പാർഷ്യാലിറ്റി കാണിക്കും, അല്ലെങ്കിൽ അതൊരു കണ്ണടച്ച് കാണിക്കുമെന്നൊരു ചിന്ത ഗവൺമെന്റിനുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഈ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുനിന്ന് ആൾക്കാർക്ക്, അതാകുമ്പോൾ മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അവർ അത് അങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ച് ചെയ്താൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇവിടെ ഇൻവിജിലേറ്റർക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു. ബിഗിനിങ് തൊട്ടേ ആ കുട്ടിയെ ശ്രദ്ധിക്കാം. ബിഗിനിങ് തൊട്ടേ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബിഗിനിങ് തൊട്ടേ ഇങ്ങനെ പറഞ്ഞ് പിറുവിറുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, അത് ചിന്തിക്കാം. ഓക്കെ, അയാൾ ചെയ്തതിൽ ന്യായമുണ്ട്. പേപ്പർ ഇപ്പോൾ സഹി കെട്ടിട്ട് പുള്ളിക്കാരൻ ഈ പറയപ്പെടുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചു വെച്ചതാണെന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല ആ കേസിൽ സംഭവിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഈ പറയുന്ന പോലെ പൗർണമി നേരത്തെ സൂചിപ്പിച്ച പോലെ പരീക്ഷയിൽ എഴുതുമ്പോൾ ബെസ്റ്റായിട്ട് പഠിക്കുന്ന കുട്ടികൾ എപ്പോഴും ബെസ്റ്റായിട്ട് എഴുതുക. അവർ ആരോടും ചോദിക്കാനും പറയാനൊന്നുമില്ല, പേപ്പർ കിട്ടുക, വായിച്ച് നോക്കുക, അങ്ങ് എഴുതുക, അതാണ് അവർ ചെയ്യുന്നത്. ആവറേജ് സ്റ്റുഡൻസ് ഈ പറയുന്ന പോലെ ആവറേജ് സ്റ്റുഡൻസ് ആണ് ഈ പണി മുഴുവൻ ഒപ്പിക്കുന്നത്. ബാക്കിൽ ഒന്നും പഠിക്കാതെ വന്നവന്മാർ ഒന്നും എഴുതത്തില്ല, അവിടെ വായി നോക്കി പാട്ടും പാടി അവർക്ക് അറിയാം, ഒരു ടെൻഷനും ഇല്ല. പക്ഷെ നടുക്കണ്ട ടീമുകളുണ്ട്, അതായത് കുറച്ച് പഠിക്കാതെ വന്ന ഈ പറയുന്ന ഞൊറിഞ്ഞൽ ടീമുകൾ. അവർക്ക് എന്താ, പകുതി പഠിച്ചത് വരും, പകുതി അവർക്ക് അറിഞ്ഞുകൂടാ ഇത് പഠിച്ചതാണോ, ഉത്തരം ശരിയോ തെറ്റോ എന്നുള്ള ചാഞ്ചാട്ടത്തിലായിരിക്കും അവരവിടെ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടടുത്ത് ബെസ്റ്റായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ എടി അല്ലെങ്കിൽ എടാ ഇതിൻ്റെ ഉത്തരം ഇങ്ങനെയാണോ, നമ്മൾ അന്ന് പഠിച്ചു, അങ്ങനെ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കും. അപ്പം നമ്മൾ മനുഷ്യരല്ലേ, റോബോട്ടുകളല്ലല്ലോ, നമ്മൾ തിരിഞ്ഞു നോക്കും, എന്താ എനിക്കറിഞ്ഞു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വാ കൊണ്ട് പറയാൻ പറ്റുന്നുണ്ടോ, എനിക്കറിയില്ല മാറ്റേ അങ്ങനൊരു എക്സ്പ്രഷൻ ഇട്ട് ആ എക്സ്പ്രഷൻ ആയിരിക്കാം ഇൻവിജിലേറ്റർ കണ്ടത്. സ്വാഭാവികമായിട്ട് അയാൾ ഇത്രയും ഒരു കടുത്ത നടപടി എടുക്കാനുള്ള എന്ത് തെറ്റാണ് ആ കുട്ടി ആ ഹാളിൽ നിന്ന് കാണിച്ചത്? മാത്രമല്ല അവളുടെ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ അറിയാം, ആ അച്ഛനമ്മമാർ പറയുന്നുണ്ട് രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവള്. A+ മിക്കതിലും നല്ല ഉന്നത വിജയങ്ങൾ മിക്ക വാങ്ങിച്ചൊരു കുട്ടിയാണ്. കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയല്ല, ആ അമ്മ പോലും കരയുകയാണ് ഈ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ. എന്റെ മകള് അത്രയും ഉറക്കം അളച്ച് രാത്രി 1 മണി 2 മണി, അതായത് ആ സമയത്ത് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് എന്ത് രാത്രിയിൽ ഭക്ഷണം പോലും കഴിക്കാതിരുന്ന് പഠിക്കുകയാണ്. കഴിക്കുന്ന കാര്യം പറയുമ്പോഴും എനിക്ക് എക്സാം ഒന്ന് നന്നായിട്ട് എഴുതണം, അതിനുശേഷം വേണം വന്നിട്ട് എനിക്ക് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ. അത്രയും എഫേർട്ട് എടുത്ത്, അത് ആ ഒരു എഫേർട്ട് എടുക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവും. അതെ, അത് മാത്രമല്ല കുട്ടി പറയുന്നുണ്ട് എനിക്കിങ്ങനെ നോക്കിയതിന്റെ ആവശ്യമില്ല, എനിക്കറിയാം ടഫാണെന്ന് കരുതി വിചാരിച്ച എക്സാം ഏറ്റവും എളുപ്പമായിരുന്ന എക്സാം, അത് മുഴുവനായിട്ടും എഴുതാൻ പറ്റാത്തതിന്റെ വിഷമമാണ് ആ കുഞ്ഞിന്റെ കരച്ചിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ടഫാണെന്ന്, കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാംസ് എല്ലാം ടഫ് തന്നെയായിരുന്നു ഇപ്രാവശ്യം. ഒരു പ്രതീക്ഷിക്കാത്ത തലത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അതിന് കുറേ വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ അക്കൂട്ടത്തിൽ ഈ എക്സാം പ്രതീക്ഷനെ കട്ടിയായിട്ട് പഠിച്ചൊരു കുട്ടിക്കല്ലേ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആണെന്ന് മനസ്സിലാകുള്ളൂ. അപ്പോൾ അത് വളരെ ഈസി ആയതുകൊണ്ട് തന്നെ അവൾ വളരെ മനോഹരമായിട്ട് അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ 1 വേർഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഫൈനലിലേക്ക് എഴുതാൻ വെച്ചിരുന്നതാണ്. ആ ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റ്സ് കളയുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നീതീകരിക്കാനാവാത്ത കുറ്റകരമായിട്ട് തന്നെ എടുക്കേണ്ടി വരും. ഈ ഇൻവിജിലേറ്റർമാരൊക്കെ എന്താ സൈക്കോളാണോ ഈ പറയുന്നത്? ഇതൊരു അനുഭവം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പൗർണമി ഇവിടെ പറയാതിരിക്കാൻ പറ്റുന്നത്, എൻ്റെ സുഹൃത്ത്, ഞാൻ അവൻ്റെ പേര് ഇവിടെ പറയുന്നില്ല, എൻ്റെ കൂടെ 10th പഠിച്ചൊരു പയ്യൻ, സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, സ്കൂളിൽ റാങ്ക് പ്രതീക്ഷിച്ച സ്റ്റുഡൻറ്റ്. അവൻ സ്കൂളിൽ ഈ പറയുന്ന പോലെ SLCക്ക് നല്ല മാർക്ക്, ഏറ്റവും ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരുന്നു സ്കൂളിലെ. +2 അവൻ പഠിച്ച സ്കൂളിൽ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഡിഗ്രിക്ക് ചെന്നപ്പോൾ അവൻ ഫൈനൽ ഇയർ ഫിസിക്സിനാണെന്ന് തോന്നുന്നു എടുത്തത്, BSc ഫിസിക്സ് ആണ്. ഫിസിക്സിൽ അവൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ പേപ്പർ ഒരുത്തൻ നോക്കി എഴുതിയെന്നോ വേറൊരുത്തൻ കോപ്പി എഴുതിക്കൊണ്ട് വന്ന പേപ്പർ ആ പയ്യൻ്റെ കാൽക്കീഴിൽ വന്ന് വീണുപോയി. 3 വർഷത്തേക്കാണ് ആ കുട്ടിയെ ബാൻ ചെയ്തത്. ഇൻവിജിലേറ്റർ വന്നങ്ങ് ബാൻ ചെയ്തു. പക്ഷേ അവിടുത്തെ പ്രിൻസിപ്പൾ കാല് പിടിച്ചു. ഞങ്ങൾ ഫിസിക്സിന് റാങ്ക് പ്രതീക്ഷിക്കുന്ന കുട്ടിയാണ്, അവൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ പറയപ്പെടുന്ന പോലെ ആ പയ്യൻ നന്നായിട്ട് പഠിക്കുന്നതാണ് സാർ, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ഞങ്ങൾ അതായത് അവിടുന്ന് ഫിസിക്സ് പാസ്സായി അവിടെ തന്നെ PGക്ക് അഡ്മിഷൻ കിട്ടാൻ ഏറ്റവും 100% 99% പോസിബിലിറ്റി ഒരു കുട്ടിയെ ആണ് ബാൻ ചെയ്തെന്ന് ഓർക്കണം. ഓൺ ദ സ്പോട്ട് ബാൻ ചെയ്തിരിക്കുന്നു 3 വർഷത്തേക്ക്. അതുകൂടാതെ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവൻ്റെയൊക്കെ പേഴ്സണൽ വെൻഡറ്റ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈഗോ പ്രശ്നങ്ങളോ ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില DOമാർ അല്ലെങ്കിൽ DEമാരൊക്കെ തീർക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില അധ്യാപകരും അങ്ങനെ തന്നെയാണ്. സോ മേ ബി അങ്ങനെ ഒരു ഇരയായി മാറിയതാണോ? ഇവരെയൊക്കെ മാനസിക നില ശരിക്കും പരിശോധിക്കണം. പകരം ഈ ഇൻവിജിലേറ്റർമാരായി വന്ന് നിൽക്കുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കണം. അവർ കുട്ടികളിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് പരിശോധിക്കണം. അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുക്കണം. എക്സാം എന്ന് പറഞ്ഞാൽ ഇന്നലെ അങ്ങ് പൊട്ടിമുളയ്ക്കുന്നതല്ലോ, പ്രത്യേകിച്ചും പബ്ലിക് എക്സാം, മാർച്ച് എക്സാമിന് മസ്റ്റായിട്ടും ഈ ഇൻവിജിലേറ്റർമാർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നവരെ മാത്രമേ ഈ പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് നിർത്താവുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ അവിടുന്ന് പണി വാങ്ങിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശരി, തീർച്ചയായിട്ടും. ഇപ്പൊ ഷാനിക പറഞ്ഞ പോലെ കാലാകാലങ്ങളായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു നല്ല അധ്യാപകൻ പറഞ്ഞു തിരുത്തും. ഒരിക്കലും ആ ഒരു കുട്ടിയുടെ ഭാവിയോ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന അവിടെയല്ലേ. ഇപ്പൊ ഈ അമ്മ തന്നെ പറയുന്നു ആ കുട്ടി എക്സാം ഹോളിൽ നിന്ന് കരയായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം മുഖം വളരെയധികം സന്തോഷത്തിൽ പ്രതീക്ഷിച്ചിരുന്നവര് സങ്കടപ്പെട്ട് കയറി വരുന്നതാണ് കാണുന്നത്. അതിനുശേഷം ബാത്റൂമിൽ കയറിയിട്ട് കരയുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഈ മകള് ഈ വിവരം, എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, നടന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയുന്ന ഒരു അമ്മ
അതായത് അവർ അത്രയും കരഞ്ഞുകൊണ്ട് അത് പറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മകൾ അത്രയും എഫേർട്ട് എടുക്കുന്നത് അവരുടെ കൺമുന്നിൽ അവർ കണ്ടിട്ടല്ലേ. നമ്മുടെ നാട്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള കോപ്പിയടി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികളെ പറഞ്ഞു തിരുത്താം, അങ്ങനെ ചെയ്യരുത്. അത് ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള കാലിബർ എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷേ ചെറിയ പ്രായമാണ്, എത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും നന്നായിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, എഴുതും. പിന്നെ ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആവറേജ് പഠിത്തമുള്ളവർക്കായിരിക്കും കൺഫ്യൂഷൻ ഉള്ളത്. പിന്നെ ഒന്നും പഠിക്കാതെ വരുന്നവർക്ക് ഈ പറയുന്ന ടെൻഷനോ അല്ലെങ്കിൽ ചോദിച്ചെഴുതണോ ഒന്നുമില്ല. പക്ഷേ ഈ ആവറേജിൽ നിൽക്കുന്ന അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നുണ്ടല്ലോ ഭയങ്കര മോശം അവസ്ഥയാണ്. കാരണം അറിയുകയും ചെയ്യാം എന്ന് എഴുതാൻ പറ്റുന്നുമില്ല, അതൊരു വല്ലാത്ത അവസ്ഥ. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാത്തിനും ആൻസർ എഴുതി കാണും, ഇതിന് ആൻസർ അറിയത്തില്ല, ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എഴുതാമല്ലോ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും. നമുക്കറിയാം ഈ പരീക്ഷകളൊക്കെ കൊണ്ട് ഭാവിയിൽ എത്രത്തോളം ഗുണമുണ്ടെന്നും ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ഉപകാരപ്പെടുമെന്നും എല്ലാം അറിയുന്നവരാണ് ഈ കടമ്പകളെല്ലാം കടന്ന് മുന്നോട്ട് പോയവരെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ ചെറിയ കാര്യം ഇത്രയും വലിയ ഊതിപ്പെരിപ്പിച്ച ആ കുട്ടിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ മനോനില, ഭാവി, അതിന്റെ ആ ഒരു മെന്റാലിറ്റി നോക്കുക, എത്ര ക്രൂരമായിട്ടാണ് ബിഹേവ് ചെയ്തത്. ഇപ്പോൾ നിലവിലിപ്പം വരുന്നതനുസരിച്ച് ആ ഒരു ഇൻവിജിലേറ്ററെ ഈ പരീക്ഷാ നടപടികളിൽ നിന്നൊക്കെ മാറ്റിയെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതുപോലുള്ള ഒരുപാട് പേര് നമുക്കറിയാതെ നമ്മുടെ ഇടയിൽ കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഇതിനെതിരെ ശക്തമായൊരു പ്രതികരണം ഉണ്ടാവണം. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ആവശ്യം എന്ന് പറയുന്നത് വീണ്ടും എക്സാം എഴുതാൻ സമ്മതിക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മളും അത് തന്നെയാണ് പറയുന്നത്. ആ കുട്ടി അത്രയും എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ ഒരു തവണ കൂടി ആ എക്സാം വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നൽകിക്കൊണ്ട് അതിനെ എഴുതാൻ അനുവദിക്കണം.